മുനമ്പം സമരം തുടരുന്നതിൽ ബി.ജെ.പിക്കുള്ളിൽ ഭിന്നത. ബദൽ സമരത്തെ തള്ളി കെ സുരേന്ദ്രൻ രംഗത്തെത്തി. സമരം നടത്തുന്നവരെ അറിയില്ലെന്ന് കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുനമ്പത്തെ വഖഫ് അധിനിവേശ ഭീഷണി ഇല്ലാതായെന്നും സാങ്കേതികമായി ഇനി പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അടിസ്ഥാനപരമായി മുനമ്പം വിഷയം പരിഹരിച്ചു. കാരണം വഖഫിന്റെ അധിനിവേശ ഭീഷണി ഇല്ലാതായി. ശക്തമായ നിയമനിർമ്മാണം വന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞു അത് സാങ്കേതികമായി ഇനി അത് പരിഹരിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അവർക്ക് വേഗം പട്ടയം കൊടുത്ത് നികുതി അടച്ച് കരം രസീത് വാങ്ങി അവരുടെ കൈവശാവകാശം ഉറപ്പിക്കാനുള്ള ഡ്യൂട്ടി ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. സമരം നടന്ന ആളുകളായിട്ട് ബി.ജെ.പിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബി.ജെ.പി അല്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. വഖഫ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിയമനിർമ്മാണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾ മാത്രമാണ് അങ്ങനെയൊരു നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം രാഷ്ട്രീയ താൽപര്യപ്രകാരം ഏതാനും പേർ മാത്രമാണ് സമരം അവസാനിപ്പിച്ചതെന്നാണ് ബി.ജെ.പി നേതാവ് ഷോൺ ജോർജിന്റെ വാദം. പള്ളിമുറ്റത്തു നിന്ന് സമരവേദി മാറ്റിയെങ്കിലും ഭൂരിപക്ഷം പേരും സമരരംഗത്തുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ച് ഈ സമരം അവസാനിപ്പിച്ചതുകൊണ്ട് ആർക്കാണ് അതിന്റെ രാഷ്ട്രീയ ലാഭമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ സമരം അവസാനിച്ചിട്ടില്ല. സമരം പള്ളിമുറ്റത്തു നിന്ന് പുറത്തേക്ക് മാറ്റി എന്നുള്ളത്. ഈ ആളുകൾ 3-4 എല്ലാം കൂടെ ഒരു 15 പേര് താഴെയുള്ള ആളുകൾ അവിടെ സമരം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സമരം അവസാനിപ്പിക്കാൻ മുനമ്പം ജനത തയ്യാറല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം അവസാനിപ്പിക്കുന്നത് വി.ഡി. സതീശനും പിണറായി വിജയനും നിർബന്ധമുള്ളതുകൊണ്ട് അവര് പുറത്തുപോയെന്നല്ലാതെ സമരം അവിടെ അവസാനിച്ചിട്ടില്ല. മുനമ്പം ജനതയുടെ സമരം തുടരുക തന്നെയാണ്. അവരുടെ അവസാന നിമിഷം വരെ അവർക്ക് നീതി ലഭിക്കുന്ന അവസാന നിമിഷം വരെ ഭാരതീയ ജനതാ പാർട്ടി അവർക്കൊപ്പം ഉണ്ടാവും. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. സജോ ദേവസ്യ, പുതിയ സമരപ്പന്തൽ ഉയരുന്നതാണ്. ഇന്നലെ സമരം 414 ദിവസത്തേത് നാരങ്ങാനീര് നൽകി മന്ത്രിമാർ അവസാനിപ്പിച്ച ശേഷം നമ്മൾ കണ്ടത്. ഇപ്പോൾ സമരം തുടരുന്നവർ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷോൺ ജോർജ് ഇപ്പോൾ അവർക്കൊപ്പം ബി.ജെ.പി ഉണ്ടെന്ന് പറയുകയും കെ സുരേന്ദ്രൻ സമരം തുടരുന്നത് ബി.ജെ.പി അല്ല, അതോടൊപ്പം തന്നെ സമരത്തെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ വിഷയത്തിലെ ബി.ജെ.പിയുടെ നിലപാട്? സുജയ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മുനമ്പം പ്രശ്നത്തിൽ ആദ്യം മുതൽ സജീവമായി ഇടപെടുന്ന ആളാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശികമായ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ധാരണ ഷോൺ ജോർജിനാണ് ഉള്ളത്. ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന ആളുകളും അവിടെ സമരം തുടരുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ബി.ജെ.പിക്കാരാണ് എന്ന് പറയുന്നത് ശരിയുമല്ല. പക്ഷേ ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ബി.ജെ.പി അനുകൂലികൾ, ബി.ജെ.പിയിൽ ചേർന്നവർ ഒക്കെ ആ സമരം തുടരുന്നവരുടെ ഭാഗമാണ് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ പിന്തുണയും സഹകരണവും ബി.ജെ.പി നൽകും എന്ന് ഷോൺ ജോർജ് പറയുന്നു. മറ്റൊന്ന്, റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് സമരം അവസാനിപ്പിക്കേണ്ടത് CPIഎമ്മിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മാത്രം താല്പര്യമാണ്. അത് മുനമ്പം ജനതയുടേതല്ല. ഇപ്പോഴും പോക്കുവരവ് നടത്തി നൽകും എന്നൊക്കെ അവകാശപ്പെടുന്നവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുങ്ങും എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതുകൊണ്ട് മുനമ്പം ജനതയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് സമരം അവസാനിപ്പിക്കുന്നത്. സമര ലക്ഷ്യം സമ്പൂർണ്ണമായി നേടിയിട്ടില്ല, അതുവരെ സമരം തുടരണം എന്ന നിലപാട് അദ്ദേഹം പറയുന്നു. അതേസമയം കെ സുരേന്ദ്രൻ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കിയതോടുകൂടി മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാങ്കേതികമായുള്ള പരിഹാരമാണ്. അത് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് പൂർത്തീകരിക്കേണ്ടതാണ്. അതിലേക്കാണ് പോകേണ്ടത്. എന്നാൽ ആ വിഷയം പ്രാദേശികമായി ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്നുകൂടിയും ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെ ആയിരിക്കാം. അതുകൊണ്ട് സമരം തുടരുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഷോൺ ജോർജ് അടക്കമുള്ളവർ നേരത്തെ സഭാ നേതൃത്വവുമായി നിരന്തര ആശയവിനിമയം നടത്തുകയും ഈ സമര വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അടക്കം മുനമ്പത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ചത് പ്രധാനമായും ഷോൺ ജോർജ് ആണ്. അതുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്ന നിലയ്ക്ക് ഷോൺ ജോർജ് മുന്നോട്ട് വയ്ക്കുന്ന ആ നിലപാടിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതായത് സമരം തുടരുന്നവർക്ക് സമ്പൂർണ്ണ പിന്തുണ ബി.ജെ.പി നൽകും എന്നതാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി CPIഎമ്മും കോൺഗ്രസും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു പ്ലോട്ടിന് ആ സഭാ നേതൃത്വത്തെയും ഒപ്പം സമര നേതൃത്വത്തെയും ഒക്കെ നയിച്ചിരുന്ന ആളുകളിൽ ചിലരെ സ്വാധീനിച്ചാണ് ചിലരെ കൊണ്ട് അവിടെ പള്ളിമുറ്റത്തുള്ള സമരം അവസാനിപ്പിച്ചത്. പക്ഷേ പള്ളിമുറ്റത്തു നിന്ന് സമരപ്പന്തൽ മാറി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് ബി.ജെ.പി വ്യക്തമാണ്. ഷോൺ ജോർജ് ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് വേണം കരുതാൻ. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.